ദേ, ഈ വർഷത്തെ ഞങ്ങളുടെ ഈ പ്ലാവിൽ നിന്നായിരുന്ന ലാസ്റ്റ് ചക്ക 3 ഉണ്ടായിരുന്നു കേട്ടോ. 3 ഉണ്ടായാൽ ഒരെണ്ണം ഒരു ഇടിച്ചക്ക പ്രായമായി ഇപ്പോൾ മറ്റേ എന്താണ് ആഫ്രിക്കൻ ഒച്ച് വന്ന് കയറിയിരുന്ന് കുത്തി കേടാക്കി നശിപ്പിച്ച് കളഞ്ഞു. രണ്ടാമത്തെ ചക്ക ഇതുപോലെ തന്നെ ഒരു ഓട്ട കണ്ടു കഴിഞ്ഞപ്പോൾ അത് പറിച്ചു കൊണ്ടുവന്ന് കറി വെച്ചു. ഇതിനെങ്ങനെ നിർത്തിയിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു 2-3 കിലോ ഒക്കെ തോന്നുന്നുണ്ട്. പാകമായിട്ടുണ്ട്. എന്താ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. മോൻ വരുമ്പോൾ അവർക്കൊന്നും വലിയ ചക്കയോടൊന്നും വലിയ പ്രിയമില്ലെന്നേ. എനിക്കാണ് ഏറ്റവും പ്രിയം ചക്കയോട്. ചക്കയാണ് എൻ്റെ ജീവൻ. ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഇതിനെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. വിയറ്റ്നാമേലി 3 പ്ലാവാണ് നട്ടത് കേട്ടോ. ഇത് നടുക്കുള്ളൊരു പ്ലാവ്, അങ്ങേയറ്റത്ത് ഒരെണ്ണം കണ്ട അത് കേടായിപ്പോയി. ഈ പ്ലാവ് പിന്നെ ഇതാണ് നിൽക്കുന്നത് കണ്ട തെങ്ങിൻ്റെ ചോട്ടിൽ. അയ്യോ തേങ്ങ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇട്ടോ, അത് കാരണം കുഴപ്പമില്ല. ഇടയ്ക്ക് മടലൊക്കെ വീണിട്ടേ ഇതിന് ഓരോ പരിക്കൊക്കെ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ചക്ക ഉണ്ടായിരുന്നു, അത് അടർന്ന് വീണ് പോയി. ഇത്രയും ഉണ്ടായിരുന്നു, ഇടിയിലൊക്കെ പരുവത്തിലുള്ളതായിരുന്നു. പിന്നെ 2 കൂടി ഉണ്ട്. അതിലിപ്പോൾ ഇത് ഭാഗമായിട്ടുണ്ട്. കണ്ട ഒരു കുത്ത് കണ്ട ഇവിടെ ഇങ്ങനത്തെ കുത്താണ് ഉണ്ടായിരുന്നു. പിന്നെ മുള്ളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, മുള്ളൊക്കെ പരന്നു നന്നായിട്ട്. ഈ പ്ലാവ് കേടായി പോയതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പൊട്ടി മുളച്ചതാണത്. ആ ഒരു വേനലിൽ ഭയങ്കര ചൂടിൽ കരിഞ്ഞു പോയതാണ്. ഇവിടെ മധുരക്കിഴങ്ങൊക്കെ പടർത്തിയെങ്കിലും ഒന്നും ഉണ്ടായില്ല, വെറുതെ പടർന്നു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. യാതൊരു അലങ്കാരങ്ങളില്ല കേട്ടോ. ഇത് രാവിലെ കുളിച്ച് ഉറിയൊക്കെ പോയി കുളിപ്പിച്ചപ്പോൾ പൊട്ടില്ല, ക്രീമില്ല, പൗഡറില്ല, ഒരു അലങ്കാരമില്ലാത്ത പച്ചയായ ഞാൻ. പച്ചയല്ല, ചുവപ്പ് കുമാരി. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നത്തെ കളറ് റെഡ്. എന്ത് കാര്യത്തിനാണെന്നറിയില്ല, ഞാനിങ്ങനത്തെ കളറൊക്കെ നോക്കുന്നുണ്ട്. നാളെ ശനിയാഴ്ച, നാളെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒരു കല്യാണമുണ്ട്. ബ്ലൂ സാരി എടുത്താൽ എൻ്റെ ഗ്ലാമർ അങ്ങോട്ട് മങ്ങും. പുതിയൊരു സാരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ബ്ലൗസ് തയ്ച്ചിട്ടില്ല. പിന്നെ അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ ആ സാരി എടുത്തുകൊണ്ട് അവിടെ ഓരോ അമ്പലങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതിനായിട്ട് പോകണം എന്നാണ് പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഐശ്വര്യവും സമൃദ്ധിയും.